ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ കസ്തൂരിമാൻ്റെ കഥ കേട്ടിട്ടുണ്ടോ? അതൊക്കെ കുറേ കേട്ടത്. അതിനിപ്പോൾ എന്താ എന്നൊന്നും ചിന്തിക്കണ്ട കേട്ടോ. സത്യത്തിൽ നമ്മളും കസ്തൂരിമാൻ്റെ അവസ്ഥയിലൂടെയല്ലേ കടന്നു പോകുന്നത്. കസ്തൂരിമാൻ തനിക്കുള്ളിൽ കസ്തൂരിയാണെന്ന് അറിയാതെ ഈ ലോകം മുഴുവനും കസ്തൂരി തേടി നടന്നു. അതുപോലെ തന്നെയാണ് നമുക്കുള്ളിലുണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനും. അത് അറിയാതെ മറ്റുള്ളവരാണ് നമ്മളുടെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്ന് ചിന്തിച്ച് നടക്കുകയാണ്. അല്ലെങ്കിൽ ആരോ വന്ന് എന്നെ സന്തോഷപ്പെടുത്തും, അപ്പം ഞാൻ സന്തോഷിക്കാം. അല്ലെങ്കിൽ എല്ലാം റെഡി ആവട്ടെ, എല്ലാ പ്രശ്നങ്ങളും തീരട്ടെ, അപ്പം ഞാൻ ഹാപ്പി ആയിക്കൊണ്ട്. അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു ലൈഫ് കിട്ടട്ടെ, ഞാൻ ആഗ്രഹിച്ച വണ്ടി കിട്ടട്ടെ, അല്ലെങ്കിൽ ഫോൺ കിട്ടട്ടെ, വീട് കിട്ടട്ടെ, അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണറെ കിട്ടട്ടെ, അപ്പോൾ ഞാൻ ഹാപ്പി ആയിക്കൊണ്ട് എന്നിങ്ങനെയല്ല എല്ലാവരും ചിന്തിക്കുന്നത്. സത്യത്തിൽ എല്ലാം നേടിക്കഴിഞ്ഞിട്ട് സന്തോഷിക്കാമെന്ന് വിചാരിച്ചാൽ അത് പോസിബിൾ ആണോ? അല്ലേ. കാരണം നമുക്ക് ഓരോ ആവശ്യങ്ങളും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അത് നേടിക്കഴിഞ്ഞിട്ട് സന്തോഷിക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ആവശ്യങ്ങൾ വരും. അപ്പോൾ അത് നേടിക്കഴിഞ്ഞിട്ട് അങ്ങനെ ജീവിതകാലം മുഴുവൻ നമ്മളുടെ ആവശ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ എന്നിട്ട് സന്തോഷിക്കുക എന്നൊക്കെ കരുതിയിരുന്ന പോസിബിൾ അല്ല. ജീവിതം അങ്ങനെ തീർന്നുകൊണ്ടേയിരിക്കും. ഒരു ദിവസം നമ്മുടെ ചാപ്റ്ററും ക്ലോസ് ആകും. അന്ന് നമ്മൾ ദൈവത്തിനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, എനിക്ക് ഒരു അവസരം കൂടി തരുമോ ജീവിക്കാനെന്ന് ചോദിച്ചാൽ കിട്ടുമോ? ഇല്ല. അപ്പം നമുക്ക് ഈ ഇല്ല ദിവസങ്ങൾ അത് നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാം, നമ്മൾ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാം. എന്നാൽ എല്ലാവർക്കും അതിന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ കഴിയണ്ടല്ലേ. എപ്പോഴും ടെൻഷനും ഡിപ്രഷനും ആൻസൈറ്റി പറഞ്ഞപ്പോൾ ഒരുപാട് അസുഖങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. എല്ലാവരുടെയും ഫോക്കസ് അതിലേക്കാണ്. അതുകൊണ്ടാണ് നമ്മളിലേക്ക് അത് വരുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫ് അടിപൊളിയാക്കാൻ ഞാൻ പറഞ്ഞു തന്നിട്ടില്ല ഈ ലോ ഓഫ് അട്രാക്ഷൻ. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നറിയാത്തവരൊക്കെ വീഡിയോ പോയി കാണുക കേട്ടോ. ആദ്യം വേണ്ടത് ഗോൾ സെറ്റിങ്സ് ആണ്. നമുക്ക് എന്താണോ വേണ്ടത് അതിനെ നമ്മളൊന്ന് എഴുതി വെക്കുക. ഒരു മടിയും കൂടാതെ ഒന്ന് എഴുതി വെക്കുക. നമുക്കറിയണ്ടേ നമുക്ക് എന്താ വേണ്ടതെന്നില്ലേ. എന്നാലല്ലേ നമ്മളുടെ ദൈവത്തിന് നമുക്ക് തരാൻ കഴിയൂ. അത് നമുക്കിങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ടാവും. എന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റേക്കാർ എപ്പോഴും ചിന്തിക്കുക. ആരോഗ്യം വേണമെങ്കിൽ എപ്പോഴും അസുഖത്തിനെ കുറിച്ച് പറയും, അതിനെക്കുറിച്ച് കേൾക്കും. എവിടുന്നൊക്കെ എന്തൊക്കെ കേൾക്കാൻ പറ്റുമോ അത് ഫുള്ള് മൈൻഡൊക്കെ കയറ്റി വെക്കും. പിന്നെ എങ്ങനെയാണ് ആരോഗ്യം ഉണ്ടാവുക? അതേപോലെ എപ്പോഴും പരാതിയേക്കാരം, എനിക്കതാണ്, ആ അസുഖമാണ്, മറ്റേ അസുഖമാണ് പറഞ്ഞ് എപ്പോഴും പരാതി പറയും. പിന്നെ എങ്ങനെ ആരോഗ്യം ഉണ്ടാകും? പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഈ ഗോൾസിനൊക്കെ ഇതൊക്കെ ലഭിക്കാൻ നമ്മൾ അർഹരാവണ്ടേ. അപ്പം നമുക്കുള്ളിൽ നമ്മളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി മാറ്റണം അല്ലേ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്, അതും പോയി കാണുക. അപ്പം നമ്മളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ലോ ലെവലിൽ നിന്ന് ഹൈ ലെവലിലേക്ക് ആക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് പോസിബിൾ ആണോ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതൊക്കെ നടക്കണ കാര്യമൊന്നുമല്ല, വേറെ എന്തെങ്കിലും പറയുന്നില്ലേ. ഇപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിച്ചു പോകുന്നുണ്ട്, എന്തെങ്കിലും കാര്യം കിട്ടുന്നുണ്ടോ? ഇല്ല. കാര്യം കിട്ടണില്ല എന്ന് മാത്രമല്ല, നമ്മൾ വീണ്ടും ആ ടെൻഷനെയാണ് അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വേണ്ടേ? അതിന് നമ്മൾ സഹായിക്കണം. ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻസാണ് നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്ന മെഡിറ്റേഷന്, അഫർമേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അങ്ങനെ ഒരുപാട് പ്രാക്ടീസുകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓരോ വീഡിയോസായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഫുൾ ടൈം ഹാപ്പി ആയിട്ടിരിക്കുക, അതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമുക്കൊരു ദിവസം ഇനി ഒരു മണിക്കൂർ ഉള്ളെങ്കിലും ഒരു ഫസ്റ്റത്തെ ദിവസം നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഹാപ്പി ആകാനൊന്നും കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസം വരെ നമ്മൾ വേറെ വ്യക്തിയാണ്. അപ്പോൾ നമ്മളൊരു പുതിയൊരു വ്യക്തിയായിട്ട് മാറാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു മണിക്കൂറുള്ളെങ്കിൽ ആ ഒരു മണിക്കൂർ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ മാക്സിമം നമ്മൾ അറിഞ്ഞും കൊണ്ട് തന്നെ അങ്ങോട്ട് ചെയ്യാം. പല സിറ്റുവേഷൻസും വരും നെഗറ്റീവായിട്ടുള്ള നമ്മളെ ഹാപ്പിനെസ് കുറക്കാല്ലേ. അതിലൊന്നും അതാണ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നന്ദി പറയാം. നമ്മുടെ സൃഷ്ടാവിനോട് നമുക്ക് ലഭിച്ചിട്ടില്ല എല്ലാ കാര്യങ്ങൾക്കൊന്ന് നന്ദി പറഞ്ഞു നോക്കിയാൽ നമുക്കറിയുന്ന കാര്യമാണ്. എല്ലാ മതങ്ങളിലും പറയുന്ന സംഭവം തന്നെയാണത്. പക്ഷെ നമ്മൾ പലരും അത് മറന്നു പോവുകയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഒരു അടിപൊളി റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റൊക്കെ തന്നെ പലരും പറയാം ഇന്നത്തെ ദിവസം പോക്കാം, അങ്ങനെ പറഞ്ഞ് എണീക്കാതെ നമുക്കൊരു ദിവസം കൂടിയാണ് നമ്മൾ സൃഷ്ടാവ് തന്നിട്ടുള്ളത് നമ്മുടെ ലൈഫിൽ. കാരണം എത്രയോ പേര് തലേ ദിവസം ഈ ലൈഫിൽ നിന്ന് വിട്ടുപോയവരുണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ളത് ഇതൊരു ബോണസാണ് നമ്മുടെ ലൈഫ്, ഇന്നത്തെ ലൈഫ് പറയുന്നത്. അപ്പോൾ ഒരു പുതിയ ജീവിതം കണ്ട് അതുപോലെ നമുക്ക് കിട്ടിയ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിനൊക്കെ നന്ദി പറയാം. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിന് നന്ദി പറയാൻ ശ്രമിക്കുക. മാക്സിമം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. അതിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്തെങ്കിലും നെഗറ്റീവ് സിറ്റുവേഷൻ വന്നാൽ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് അതിന് നന്ദി പറയാം. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇത്രയും കാലം നമ്മളുടെ മൈൻഡ്, അതായത് നമുക്ക് 2 തരം മൈൻഡുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മൈൻഡിനെ നമ്മൾ കയ്യിൽ കൊണ്ടുവന്നാൽ നമ്മുടെ ലൈഫ് തന്നെ അടിപൊളിയാക്കാം.
നമ്മളെ ഒരുപാട് കാര്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതും അതുപോലെ മറ്റുള്ളവരെന്ത് ചിന്തിക്കുക അങ്ങനെ ഒരുപാട് നെഗറ്റീവ് സിറ്റുവേഷൻസും ഓർമ്മകളൊക്കെ തരുന്നത് ഈ മൈൻഡിൽ നിന്നാണ്. അപ്പോൾ ഈ മൈൻഡിന് ഏതാണ് ഈ മൈൻഡ് എന്നറിയാനും ഇതിനെ എങ്ങനെയാണ് നമ്മൾ റീപ്രോഗ്രാം ചെയ്യേണ്ടതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക.